ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സെർവർ ഹാക്ക് ചെയ്ത സംഭവത്തിൽ ക്ഷേത്രം അധികൃതർക്ക് ഗുരുതര വീഴ്ച. സെർവർ ഹാക്ക് ചെയ്ത വിവരം പോലീസിൽ പരാതിപ്പെടുന്നത് സംഭവം നടന്ന് 2 മാസങ്ങൾക്ക് ശേഷമാണ്. ജൂൺ 13-ാം തീയതിക്ക് മുൻപ് ഏതോ ദിവസമാണ് ഹാക്ക് ചെയ്തതെന്ന് എഫ്ഐആറിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മൊഴിയുണ്ട്. ഹാക്ക് ചെയ്ത അജ്ഞാത സംഘത്തെ കണ്ടെത്താനാകാതെ വലയുകയാണ് ഇപ്പോൾ പോലീസ്. ശ്രീനന്ദ എസ് പി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനന്ദ, അവ്യക്തമാണ് കാരണം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പോലെ അത്രത്തോളം സുരക്ഷയുള്ള ഒരു ക്ഷേത്രത്തിൽ ഇത്ര വലിയൊരു ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുന്നു. മാത്രവുമല്ല, ഈ സംഭവം നടന്ന് 2 മാസങ്ങൾക്ക് ശേഷമാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് പറയുമ്പോൾ അതിൽ വളരെ ഗുരുതരമായ ഒരു പിഴവ് ക്ഷേത്ര ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ദീപിക പറഞ്ഞതുപോലെ തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അത്രയും സുരക്ഷിതമായി ഉള്ള ഒരു ക്ഷേത്ര പരിസരവും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ റൂമൊക്കെ ഹാക്ക് ചെയ്യുക അല്ലെങ്കിൽ പ്രോഗ്രാം ഹാക്ക് ചെയ്ത് അതിൽ മാറ്റം വരുത്തുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കുറ്റമാണ്. അതും കുറ്റം മാത്രമല്ല, അത്രയും സെക്യൂരിറ്റികൾ ഉള്ളൊരു സ്ഥലത്ത് കയറി ഇത്രയും നിസ്സാരമായി ആ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ആരെങ്കിലും അവിടെ സഹായിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് വളരെ തീർച്ചയായ ഒരു കാര്യമാണ്. അതിലും ഏറ്റവും മികച്ചൊരു കാര്യമെന്ന് പറയുന്നത് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നറിയുന്നത് 2 മാസങ്ങൾക്ക് ശേഷമാണ്. ജൂൺ 13-ാം തീയതി, കൃത്യമായി പറഞ്ഞാൽ ജൂൺ 13-ാം തീയതിയാണ് ഹാക്ക് ചെയ്തതായി എഫ്ഐആർ പറയുന്നത്. ജൂൺ 13-ൽ ഏതോ ദിവസം, 13 മുൻപുള്ള ഏതോ ഒരു ദിവസമാണ് ഹാക്ക് ചെയ്തിട്ടുള്ളതാണ് എഫ്ഐആർ പറയുന്നത്. പക്ഷേ ഈ ഒരു പരാതി നൽകുന്നത് ഓഗസ്റ്റ് 13, കൃത്യമായി 2 മാസങ്ങൾക്ക് ശേഷമാണ് പരാതി നൽകുന്നത്. അപ്പോൾ എന്താണ് ഇത്രയും 2 മാസത്തോളം ഈ ഒരു ഹാക്ക് ചെയ്ത ഡേറ്റകളെല്ലാം മാറ്റി എന്നുള്ള ഒരു വിവരം ആ അധികൃതർ അറിഞ്ഞില്ല എന്നൊരു ഗുരുതരമായ ഒരു വീഴ്ച അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ഹെഡിൽ കയറുക എന്ന് പറയുക, ആ ഒരു റൂമിൽ കയറി ഇത്രയും വലിയൊരു സംഭവം ഹാക്ക് ചെയ്ത് മാറ്റുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. അപ്പോൾ ആരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു അനാസ്ഥ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഏറ്റവും അറിയാൻ അത്യാവശ്യമായൊരു കാര്യം. ഭക്തർക്കിടയിലും അതുപോലെ തന്നെ സാധാരണ ജീവനക്കാർക്കിടയിലും ഉയരുന്നൊരു പ്രധാന വെല്ലുവിളി അല്ലെങ്കിൽ പ്രധാന ചോദ്യമാണിത്. എന്താണ് ഇത്രയും നാളായിട്ടും 2 മാസത്തോളമായിട്ടും ഇതിനൊരു പരാതിയിൽ ഒരു ആക്ഷൻ പോലീസ് എടുക്കാത്തെന്നൊരു ചോദ്യം കൂടി ഇവിടെ വരുന്നുണ്ട്. പോലീസ് ഇഴഞ്ഞു നീങ്ങുകയാണ്. അവരുടെ പരാതികൾ ലഭിച്ചതിന് ശേഷവും ആ ഒരു കേസ് അല്ലെങ്കിൽ ആ ഒരു അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയെങ്കിലും ആ ഒരു ഹാക്ക് ചെയ്തത് എങ്ങനെയാണെന്നും അത് എന്തിനാണ് ചെയ്തതെന്നും ആരുടെ സഹായത്തോടുകൂടി ചെയ്തതെന്നും അറിയണമെന്നുള്ളത് സാധാരണ ഭക്തരുടെ ഏറ്റവും വലിയൊരു അവകാശം എന്നാണ് ഇപ്പോൾ ഉയരുന്ന ഒരു കാരണം. ശരി ശ്രീനന്ദ.